ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവർക്കും ഞാൻ ഈ ഫോം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലായി കാണും, നമ്മളിന്ന് 5th സ്റ്റാൻഡേർഡിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 5th സ്റ്റാൻഡേർഡിൻ്റെ ദ ഡോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടി കാണണം എന്ന് തോന്നുന്നു. എനിക്ക് എന്തായിരുന്നാലും വന്നിട്ടില്ല, കാരണം ഞാൻ 8th പുതിയ ടെക്സ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു തീർക്കുവാണ്. ഓക്കെ, അപ്പം ഇവിടെ ദ ഡോട്ട് എന്ന് പറയുന്നത് ഒരു ചിത്രകഥയാണ് അല്ലേ. നമ്മൾ ഈ കഥാ ബുക്കുകളിലൊക്കെ കാണുന്ന പോലെ കോളത്തിൽ ഓരോ ചിത്രം തരും, അതിൻ്റെ താഴെ ഇങ്ങനെ തന്നിരിക്കും, ഇങ്ങനെ എഴുത്ത് പോലെ തന്നിരിക്കും. അത് തന്നെയാണ്, ഒരു ചിത്രകഥയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹൂ ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ്സ് സീ. അതായത് ഇതെന്ന് പറയുന്നത് ഒരു വരയ്ക്കാൻ കഴിയില്ല, എനിക്ക് വരയ്ക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ഡോട്ട്. ദ ഡോട്ട് എന്നുള്ളതിന് വലിയൊരു മീനിങ് ഒന്നുമില്ല. ഇതൊരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ദ ഡോട്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഒരു കുത്ത്. അത് തന്നെയാണ്, എന്താണ്? ഒരു കുത്ത്. ഓക്കെ, ഒരു കുത്ത്. കുത്ത്, ആ ഒരു മീനിങ് തന്നെ ഉള്ളൂ ആ ഒരു സ്റ്റോറിക്ക്. ഒരു കുത്ത് എന്നതാണ് നമ്മുടെ കഥയുടെ പേര്. ഓക്കെ, അതൊരു വല്ലാത്ത പേരാണ്, ഒരു കോമഡി പേര്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പെൺകുട്ടി ഇങ്ങനെ ഫസ്റ്റ് പിക്ചറിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ തല വെച്ചൊരു എന്തോ ഒരു ചിന്തിച്ച് കിടക്കുകയാണ് അല്ലേ. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കാനൊക്കെ പഠിക്കാൻ പോകില്ലേ, പെയിൻറ്റിങ് പഠിക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകളൊക്കെ, അതായത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ കൊച്ചിലേ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവരൊക്കെ വരയ്ക്കാൻ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോകും. അതിനാണ് ഈ ആർട്ട് ക്ലാസ് എന്ന് പറയുന്നത്. ആർട്ട് ക്ലാസ് വാസ് ഓവർ. എന്താണ്? വാഷ്തി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാഷതി ഒരു ആർട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞു. പക്ഷേ വാഷതി, അതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ആരാണ്? വാഷതി. സോ ഓക്കെ, അപ്പം ഇതാണ് വാഷതിയാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള. വാഷതി ക്ലാസ് കഴിഞ്ഞിട്ടും എനിക്കാണ്ട് എന്താണ്, ആ ഒരു ചെയറിൽ തന്നെ ഇങ്ങനെ ഒരു മൂടി എഫക്റ്റിൽ ഇരുന്നു. മൂടി മീൻസ് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരുന്നു. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. എന്താണ്? അവളുടെ പേപ്പർ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് കിടന്നു. അല്ലെ, ഒന്നുമില്ലാണ്ട് വെറും ഒരു പേപ്പർ, വെള്ള ഒരു പേപ്പർ പോലെ, ഇതേപോലെ ഒന്നുമില്ലല്ലോ ഇപ്പൊ ഈ ഒരു സൈഡിൽ. അപ്പം ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടുണ്ടായിരുന്നു അവളുടെ പേപ്പർ. ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വാഷ്തിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. ലീൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുനിയുക. നമ്മളിങ്ങനെ അതിങ്ങനെ ചാരി നിൽക്കില്ല, എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കില്ലേ, അതന്നെയാണ്. വാഷ്തിയുടെ ടീച്ചർ ആ ഒരു ബ്ലാങ്ക് പേപ്പർ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുനിഞ്ഞ് ലീൻ ചെയ്ത് നിന്നു. ഓക്കെ, ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. ബ്ലാങ്ക് പേപ്പറിൽ ഇങ്ങനെ നോക്കി നിന്നു. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം. തമാശയ്ക്ക് പറയാണ്, ഒരു പോളാർ ബിയർ ഒരു സ്നോ സ്റ്റോം. സ്നോ സ്റ്റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനത്ത എന്താണ്, ഭയങ്കരമായിട്ട് മഞ്ഞ്, എന്താ പറയുക, കനത്ത മഞ്ഞ് വീഴ്ച. അത് തന്നെയാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറച്ച് മഞ്ഞ് പെയ്യൂലേ, മഞ്ഞ് കട്ടകൾ പോലെയൊക്കെ, അതിൽ നിൽക്കുന്ന ഒരു പോളാർ ബിയർ. പോളാർ ബിയർ വെള്ള കളറാണ്, അതേപോലെ തന്നെ ഈ ഒരു മഞ്ഞും വെള്ള കളറാണ്. അപ്പോൾ എല്ലാം കൂടെ മൂടിയിട്ട് പോളാർ ബിയറിൻ്റെ കണ്ണും മൂക്കും മാത്രമേ കറുപ്പുള്ളൂ, അത് മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പം അതേപോലെ ഉള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പിക്ചർ. അപ്പം വാഷ്തി പറയും, വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൻ ഡ്രോ സെഡ് വാഷ്തി. വാഷ്തി പറയും, നല്ല, അവളും തിരിച്ചു വരും, അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷെ അവളും തിരിച്ചു പറയും, വെരി നല്ല തമാശ, എന്താണ്, എനിക്ക് വരയ്ക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ഇനി മൂന്നാമത്തത് നോക്കിക്കോ. ഹെർ ടീച്ചർ സ്മൈൽഡ്, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. അപ്പം ഈ ഒരു ടീച്ചർ പറയാണ്, ഓക്കെ, എന്താണ്, ആ ടീച്ചർ ചിരിച്ചിട്ട് പറയാണ്, നീ ഒരു ചെറിയ മാർക്ക് നോക്കിയാൽ മതി,
ഒരു ചെറിയ മാർക്ക് ഇതേപോലെ ഒരു ചെറിയ മാർക്ക് വരയ്ക്ക്. അത് നിന്നെ എവിടെ എത്തിക്കുമെന്ന് അപ്പോൾ കാണാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ വാഷ്ദി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമർത്തി ഒരു കുത്തു കൊടുക്കുക. ഇങ്ങനെ അമർത്തി ഒരു കുത്തു കൊടുക്കുക. ഇതിൽ അമർത്തി കുത്തി കഴിഞ്ഞാൽ ഈ മോനെ അങ്ങകത്ത് പോവും. ഓക്കെ, അപ്പോൾ വാഷ്ദി ബെഞ്ചിരുന്ന ഒരു മാർക്കർ ഇങ്ങനെ എടുത്തു. ഗ്രാബ്ഡ് മീൻസ് എടുക്കുക. ഗ്രാബ് ചെയ്തിട്ട് ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോട്ട് ഇതേപോലെ ഒരു ജാബ് ഒരു കുത്തു കൊടുത്തു. കണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് വരയ്ക്കുമ്പോൾ ഇത് തെളിവില്ല, മായാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ. എന്നിട്ട് എന്താണ് നെക്സ്റ്റ് വന്നിട്ട് ഹർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. അവളുടെ ടീച്ചർ ആ ഒരു പേപ്പർ ഇങ്ങനെ എടുത്തു. എന്നിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് ഇങ്ങനെ മൂളി, അതെ എന്നിങ്ങനെ ആക്കി. She pushed the paper towards Vashti and quietly said, "Now sign it." എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈൻ ഇടൂലേ, ക്വൈറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമായിട്ടുള്ള നമ്മളിങ്ങനെ ഒപ്പിടൂലേ, അത് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ ഒരു പടം വരച്ചു. ഓക്കെ, ഈ പടം ഞാനാണ് വരച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഒപ്പ് വേണം. അപ്പം നമ്മൾ ഈ ഒരു പടം വരച്ച ഈ ഒരു പേപ്പർ ഉണ്ട്, ഈ പേപ്പറിൻ്റെ താഴെയായിട്ട് എൻ്റെ ഒപ്പിട്ട് കൊടുക്കണം. ഇതല്ല എൻ്റെ ഒപ്പ്, ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവളോട് ഒപ്പിടാൻ പറഞ്ഞു ഇതിൻ്റെ താഴെ. വാഷ്ദി തോട്ട് ഫോർ എ മോമെന്റ്. അവളൊരു സെക്കൻഡ് ആലോചിച്ചു. എന്നാലോചിച്ചു. വെൽ മേ ബി ഐ കാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. പക്ഷേ എനിക്ക് അതേസമയം ഡ്രോ ചെയ്യാൻ വരയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കെൻ്റെ പേര് എന്തുകൊണ്ട് എനിക്ക് പേര് എഴുതാൻ കഴിയില്ല? എനിക്ക് പേര് എഴുതാൻ കഴിയുമല്ലോ. അപ്പം നെക്സ്റ്റ് പറയണത് ദ നെക്സ്റ്റ് വീക്ക്, ആഴ്ചയിലാണ് കേട്ടോ ഈ ഒരു ആർട്ട് ക്ലാസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വീക്ക് വാഷ്ദി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. എന്താണ്, അടുത്ത ആഴ്ച വാഷ്ദി ഇങ്ങനെ നടന്നു പോവുകയാണ് ആർട്ട് ക്ലാസ്സിലോട്ട്. ഷീ വാസ് സർപ്രൈസ്ഡ്. സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിശയിക്കുക. ഓക്കെ, ക്ലാസ്സിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കിനും അവൾ ആകെ അതിശയിച്ചു പോയി. എന്താണ്, സി വാട്ട് വാസ് ഹാങ്ങിങ് എബവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. ഇതാണ് ടീച്ചറിൻ്റെ ഡെസ്ക്. ഒട്ടും തെളിയുന്നില്ല മാർക്കർ. ഓക്കെ, ഇതാണ് ടീച്ചറിൻ്റെ ഒരു ഡെസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പേനയും പെൻസിലും ബുക്കും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഭിത്തിയാണ്. ആ ഭിത്തിയിൽ ഇങ്ങനെ എന്തോ ഒന്ന് തൂക്കി കളിക്കും. അത് നമുക്ക് സസ്പെൻസ് ആയിട്ട് വയ്ക്കാം, പറയാം. ഓക്കെ, എന്തോന്ന് തൂക്കി കിടപ്പുണ്ട്. ഇറ്റ് വാസ് എ ലിറ്റിൽ ഡോട്ട്. അവൾ വരച്ച ഒരു ലിറ്റിൽ ഡോട്ടാണത്. ഇങ്ങനൊരു ഡോട്ട്, ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ. ഓക്കെ, അവൾ വരച്ചൊരു ഡോട്ടാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹെർ ഡോട്ട് എന്ന് വലുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടൊരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു. ഓക്കെ, ഓൾ ഫ്രെയിംഡ് ഇൻ സ്വിർലി ഗോൾഡ്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ബോർഡർ ഒക്കെ വെച്ചിട്ട് അതൊരു ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ് ആ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ഇതേപോലെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വലിയ സ്വിർലി ഗോൾഡില് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാറില്ലേ? അത് തന്നെ ചില അലമാരകളൊക്കെ ഇങ്ങനെ മിററൊക്കെ ഇതേപോലെ ആയിരിക്കും. ഓക്കെ, എന്ന് നമ്മളിങ്ങനെ മൂളാണ്. അതെ, ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എന്തുകൊണ്ട് എനിക്ക് അതിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡോട്ട് ഉണ്ടാക്കി കൂടാ? ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. എന്താണ്, അവൾക്ക് ഒരു സെറ്റ് ഓഫ് വാട്ടർ കളർ ഉണ്ട്. ഈ ഒരു ഫോണാണ് വാട്ടർ കളർ എന്ന് വയ്ക്കുക. അതിങ്ങനെ തുറന്നിട്ട് ഈ ബ്രഷ് ഇങ്ങനെ എടുത്തിട്ട്, ഞാനിപ്പോൾ ഇതിൽ വരയ്ക്കില്ല, വരച്ചാൽ അറിയാമല്ലോ. ഓക്കെ, അപ്പം എന്താണ്,
ആ ഒരു സെറ്റ് എടുത്തതിന് ശേഷം അവൾ ബ്രഷൊക്കെ മുക്കി ഇങ്ങനെ അതും ഇതും മറ്റതൊക്കെ അങ്ങനെ കുറേ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. വാഷ് ദി പെയിന്റഡ് ആൻഡ് പെയിന്റഡ്. അവള് പഠിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ കുത്തിട്ട് നമ്മളെ നശിപ്പിക്കൂലേ കുത്തിട്ട് അങ്ങനെ കുട്ടിയെ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കുക എന്ന് പറയും. ഓക്കെ, റെഡ് ഡോട്ട്, ഒരു റെഡ് കളർ ഡോട്ട്. പർപ്പിൾ ഡോട്ട്, പർപ്പിൾ ഇപ്പോഴുള്ള എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് പർപ്പിള്. ബി ടി എസ് ഫാൻസിനൊക്കെ ഇഷ്ടം പോലെ എന്തായിരുന്നാലും അറിയായിരിക്കും പർപ്പിൾ ആണ് അവരുടെ മെയിൻ. ഓക്കെ, പർപ്പിള്, അതുപോലെ യെല്ലോ, പിന്നെ ബ്ലൂ ഡോട്ട്, പിന്നീട് എന്താണ് ബ്ലൂ മിക്സ്ഡ് വിത്ത് ബ്ലാക്ക്, അല്ല ബ്ലാക്ക് അല്ലല്ലോ യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തത്. അതുപോലെ തന്നെ അങ്ങനെ അവളൊരു ഗ്രീൻ ഡോട്ട് ഉണ്ടാക്കി. വാഷ്ദി കെപ്റ്റ് എക്സ്പെരിമെന്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അവൾ ഒരുപാട് കളറിൽ ഇങ്ങനെ ഡോട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നു. എന്നിട്ട് നെക്സ്റ്റ് നോക്കി. സോ ഓക്കെ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. കാരണം ഇനിയും ഞാൻ ആ ഒരു പാഠം ഫുള്ള് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം എന്തായിരുന്നാലും എൻ്റെ വീഡിയോ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കാണുള്ളൂ, അതൊന്നും കാര്യമാക്കണ്ട. സോ ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.